ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മർക്കോസിൻ്റെ സുവിശേഷം 3:21 അവൻ്റെ ബന്ധുക്കൾ അവനെ പിടിച്ചുകൊണ്ട് വരുവാൻ പുറപ്പെട്ടു, കാരണം അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു എന്നവർ കേട്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈശോയെക്കുറിച്ച് അവരുടെ ബന്ധുക്കൾ പറഞ്ഞ അഭിപ്രായമാണ്. കാരണം ഈശോയെ അനുഗമിക്കുന്നവരുടെ എല്ലാ അവസ്ഥ ഇതാണ്. അതായത് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ, ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സുബോധമില്ലാത്ത പ്രവൃത്തിയാണെന്ന് ലോകം വിധി എഴുതും. എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ അത് സ്വീകാര്യമാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്നു, മാനസിക രോഗിയായിരുന്നു എന്നാണ് ആദ്യം എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നത്. എന്നാൽ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തിയായി മാറി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 10:24 പറയുന്നത്, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. അപ്പോൾ ഗുരുവിനെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിച്ചോ, നിന്ദിച്ചോ, അപമാനിച്ചോ അതെല്ലാം ശിഷ്യന് അവകാശപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാൻ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ കർത്താവിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ ലോകം നമ്മളെ ദ്വേഷിക്കും, ഇന്ന് അവമാനങ്ങൾ പറയും, മാനസിക രോഗിയാണെന്ന് പറയും, സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറയും. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മളിലോട്ട് വരും. ലോകം നമ്മളെ ദ്വേഷിക്കുമ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി, കർത്താവിന് അവമാനങ്ങളുണ്ടായെങ്കിൽ എനിക്കും ഉണ്ടാവും, കർത്താവിന് കുരിശുണ്ടായെങ്കിൽ എനിക്കും ഉണ്ടാവും, കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ ലോകം നമ്മളെ ദ്വേഷിക്കുന്ന ബോധ്യത്തോടു കൂടി കർത്താവിനെ മുറുകെ പിടിക്കുവാനും കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.